നമസ്കാരം, സുധീഷ് ചെറായിയാണ്. കൊല്ലൂർ മൂകാംബിക ഉപാസകന്മാരായ ആളുകളുടെ ഒരു സ്വപ്ന ക്ഷേത്രമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള അമ്പലം എന്ന് വെച്ചാൽ കർണാടക ജില്ലയിലാണ്. പക്ഷേ നമ്മുടെ മലയാളികളാണ് ഏറ്റവും കൂടുതൽ അവിടെ പോകുന്നത്. അതിൻ്റെ ഐതിഹ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഒത്തിരി ആൾക്കാർ സ്ഥിരമായിട്ട് പോകുന്നവരുണ്ട്. ഞാനും സ്ഥിരമായിട്ട് പോകുന്ന ആളാണ്. കൊല്ലത്തിൽ 3-4 പ്രാവശ്യം അല്ലെങ്കിൽ അങ്ങനെ അവസരം കിട്ടുമ്പോഴൊക്കെ അവിടെ പോയിരിക്കാറുണ്ട് 2 ദിവസം. ഇപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വന്നതാണ്. അപ്പോൾ അതിനകത്തേക്ക് എനിക്ക് പറയാനുള്ള, ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളൊരു സാധനം ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് ഞാൻ പറയാം. നമ്മൾ സാധാരണ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ത്രികാല ദർശനം രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം 3 നേരം തൊഴും. അപ്പോൾ ഇന്നാണ് അല്ലെങ്കിൽ രാത്രി തൊഴാൻ പറ്റിയ രാത്രി തൊഴും, അല്ലെങ്കിൽ വെളുപ്പിനാണെങ്കിൽ 3 ദർശനം എടുക്കുന്നു. പിന്നെ അവിടെ നിന്ന് കഷായം മേടിച്ച് കുടിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ദേവീനെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങുന്നു. അവിടെ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഇരുന്ന് നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്യും. അകത്തിരുന്ന് മെഡിറ്റേഷൻ ചെയ്യും. അതവിടെ ഇപ്പോൾ അധികം സമയം അവരിരുത്തുന്നില്ല, അവരെല്ലാവരും ഓടിക്കുന്നുണ്ട്. അതുകൊണ്ട് പറ്റാവുന്ന സമയത്ത് ഇരിക്കാം, കുഴപ്പമില്ല. പുറത്തായാലും അവിടെ ഇരുന്ന് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളവിടെ ഒരു പൂജകളായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ അലങ്കാര പൂജ എന്ന് പറഞ്ഞൊരു പൂജയുടെ ടിക്കറ്റ് എടുക്കുന്നു. പിന്നെ ഒരു ഗീലാമ്പ്, കുങ്കുമാർച്ചന, തീർത്ഥം ചിലപ്പോൾ മേടിക്കും. അപ്പോൾ ഈ അലങ്കാര പൂജ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ, കുങ്കുമാർച്ചന എടുത്തു കഴിഞ്ഞാൽ അവിടെ പൂജാരി ഉണ്ട്. അവിടെ ചെന്നിരുന്നിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങേത് നമ്മളെ കൊണ്ട് മന്ത്രമൊക്കെ ചൊല്ലിച്ചിട്ട് അവിടെ പൂജ ചെയ്യുന്നു. ഈ പൂജ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നു. നേരെ പുറകിൽ, അമ്പലത്തിൻ്റെ പുറകിൽ ഈ ഇതുണ്ട്, ദീപം തെളിയിക്കണ സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് ഈ ചീട്ട് കൊടുത്തിട്ട് നെയ്യ് വിളക്ക് മേടിച്ച് തൊഴുത് അവിടെ ദൈവയുടെ പുറകിലുള്ള ഭാഗത്തേക്ക് ആ ഒരു മേൽക്കൂര ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് നോക്കി പ്രാർത്ഥിച്ച് അവിടെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥന ചെയ്ത് ആ വിളക്ക് അവിടെ സമർപ്പിക്കുന്നു. ഏറ്റവും വലിയൊരു കാര്യമുണ്ടാണ് ഈ പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ആ വീരഭദ്രൻ്റെ അടുത്ത് ചെല്ലും. വീരഭദ്രൻ സ്വാമിയുടെ അടുത്ത് ചെന്നിട്ട് അവിടെ തേങ്ങയുണ്ട്, തൊട്ടടുത്ത് തന്നെ തേങ്ങയുടെ കൗണ്ടറുണ്ട്. തേങ്ങ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ തേങ്ങ 50 രൂപ കൊടുത്താൽ 2 തേങ്ങ കിട്ടും. അപ്പോൾ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരുടെ പേരിലും തേങ്ങ മുട്ടാം. അപ്പോൾ അവിടെ ഒരു വെങ്കട്ടരമണ എന്ന് പറഞ്ഞൊരു പൂജാരിയുണ്ട്, ഞാൻ അദ്ദേഹത്തെ പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ പേരിൽ നാളികേരം കൊടുത്ത് ഒഴിഞ്ഞ് അവിടെ മുട്ടറക്കും. അത് ആ അമ്പലത്തിലെ ഏറ്റവും വലിയ ഒരു വഴിപാടാണ്. ഇത് പലർക്കും അറിയില്ല. നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ അതുവരെയുള്ള ഒരുമാതിരി അൺവാണ്ടറേഞ്ചുകളും അവിടെ റിലീസായി പോകും. നിങ്ങൾ ക്ലീനാവും. എന്നിട്ട് നിങ്ങളത് കഴിഞ്ഞ ശേഷം നിങ്ങൾ പോയിട്ട് അവിടെ എവിടെയെങ്കിലും മാറി ഇരുന്നിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു വലിയൊരു മാറ്റം നിങ്ങൾക്ക് അവിടെ കിട്ടും. സൗവർണിക പുഴയിൽ പോയിട്ട് കുളിക്കാൻ മറക്കണ്ട. ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ.